ഹലോ. ഹലോ, ഞാൻ സംസാരിക്കുന്നത് അജയനോടാണോ? അതെ, ഞാൻ അജയാണ്. മിസ്റ്റർ അജയ്, താങ്കളുടെ പേരിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അതിൽ മയക്കുമരുന്നാണുള്ളത്. മയക്കുമരുന്നോ? പക്ഷെ ഞാൻ അത്തരത്തിലൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. താങ്കളുടെ ആധാർ കാർഡ് നമ്പർ പറയൂ. ആധാർ കാർഡ് നമ്പറോ? ശരി, നോട്ട് ചെയ്തോളൂ. 362248. ഈ നമ്പറിലും താങ്കളുടെ അഡ്രസ്സിലുമാണ് ഈ പാഴ്സൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കിത് കസ്റ്റംസിലും നാർക്കോട്ടിക്സ് വകുപ്പിലും റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്യുമെന്നോ? ഇതിനായി താങ്കൾക്ക് ജയിലും ഒപ്പം വലിയ നഷ്ടം നേരിടേണ്ടിയും വരും. പക്ഷെ ഇതിന് ഞാനുമായി ഒരു ബന്ധവുമില്ല. സർ, ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴി പറഞ്ഞു തരൂ പ്ലീസ്. ശരി ശരി, ഞാൻ താങ്കൾക്ക് ഒരു ലിങ്ക് അയച്ചു തരാം. അതിലേക്ക് പെട്ടെന്ന് 1,00,000 രൂപ ട്രാൻസ്ഫർ ചെയ്യൂ. 1,00,000 രൂപയോ? ശരി, താങ്കൾ ലിങ്ക് അയക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ പേയ്മെന്റ് ചെയ്യാം. നിൽക്കൂ, ഇതൊരു തട്ടിപ്പ് കോളാണ്. ഇതിൽ തട്ടിപ്പുകാർ കൊറിയർ ഓപ്പറേറ്റർമാരോ കസ്റ്റംസ് ഓഫീസർമാരോ ആണെന്ന വ്യാജേന നിങ്ങളുടെ പേരിൽ മയക്കുമരുന്നോ മറ്റ് നിരോധിത വസ്തുക്കളോ അടങ്ങിയ പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കും. ഇതുവഴി നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ കസ്റ്റംസ് ഒരിക്കലും ഫോൺ കോളുകൾ, SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി ഡ്യൂട്ടി പേയ്മെന്റ് ആവശ്യപ്പെടുന്നില്ല. ഇന്ത്യൻ കസ്റ്റംസിന്റെ എല്ലാ കമ്മ്യൂണിക്കേഷനിലും ഒരു DIN നമ്പർ തീർച്ചയായും ഉണ്ട്. അത് cbic.gov.in നിന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇത്തരം തട്ടിപ്പുകാരെ സൂക്ഷിക്കുക. അവരെക്കുറിച്ച് cybercrime.gov.in റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക. ഇന്ത്യൻ കസ്റ്റംസ് പൊതുതാൽപര്യാർത്ഥം പുറപ്പെടുവിച്ചത്.